ഹലോ. പെട്ടെന്നൊരു ഓഫ് കിട്ടിയപ്പോൾ തട്ടിക്കൂട്ടിയൊരു യാത്രയാണ് ജർമ്മനിയിലെ ആദ്യത്തെ എൻ്റെ വൺ ഡേ ട്രിപ്പ്. ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തവും ലോകത്തിലെ ഏറ്റവും വലിയ ഗോത്തിക് ശൈലിയിലുമുള്ള പള്ളിയിലേക്കാണ് ഇന്നത്തെ യാത്ര. ക്യോളൻ കത്തീഡ്രൽ. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് റൈൻ നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1248 നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ പല ഇടവേളകൾ കാരണം 1880 പണി പൂർത്തിയായത്. പള്ളിയുടെ ഉയരം ഏകദേശം 157 മീറ്റർ വരും. ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ ഗോത്തിക് ഗൃഹങ്ങളിൽ ഒന്നായി തീർന്നിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കൊളോൺ നഗരം നശിച്ചിട്ടും കത്തീഡ്രലിൻ്റെ വലിയൊരു ഭാഗം നിലനിന്നു. ഈ കത്തീഡ്രൽ ഡെവിളിൻ്റെ ഡിസൈനിൽ പണിതതാണെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. ഈ പള്ളിയുടെ പണി തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ മെയിൻ ആർക്കിടെക്റ്റിന് ഒരു ഡിസൈൻ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെയിരിക്കെ പിശാച് ഒരു മനുഷ്യരൂപം പ്രാപിക്കുകയും മെയിൻ ആർക്കിടെക്റ്റിനെ സമീപിക്കുകയും ചെയ്തു. പിശാചിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നത്രേ. ലോകാത്ഭുതങ്ങളിലൊന്നായി ഈ പള്ളി പണി പൂർത്തിയാക്കാം. പക്ഷേ ഈ പള്ളി പണി പൂർത്തിയാക്കിയ ദിവസം ആദ്യം പ്രവേശിക്കുന്നയാൾ താനായിരിക്കണമെന്നായിരുന്നു പിശാചിൻ്റെ ആ കണ്ടീഷൻ. അങ്ങനെ ആ കരാറിൽ പള്ളിയുടെ പണി വേഗത്തിൽ പുരോഗമിച്ചു. പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കിടെക്റ്റിന് ഒരുപാട് ടെൻഷനായിരുന്നു. കാരണം ആദ്യം കയറ്റേണ്ടി വരുന്നത് ഒരു പിശാചിനെയാണല്ലോ. അങ്ങനെ ഒരുപാട് ആലോചിച്ച് അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തി. അങ്ങനെ ഈ പള്ളിയുടെ പണി പൂർത്തിയാക്കിയ ദിവസം ആദ്യം പ്രവേശിച്ചത് ഒരു ചെന്നായയായിരുന്നത്രേ. ഇത് അറിഞ്ഞ് പിശാച് കോപാകുലനാവുകയും ആ പള്ളി നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഇവരോട് പറയുന്നത്. പക്ഷേ പിശാച് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഈ പള്ളിക്ക് വലിയ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല.